ഭാവനാമോ പുണ്യനാമോ യേശുനാമോ അതിശയനാമോ എനിക്കുംബനാമോ യേശുനാമോ അതിശയനാമോ എനിക്കുംബനാമോ ഹല്ലേലൂയ ഞാൻ ശുദ്ധനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് കൈകളെ അടിച്ച് പാട്ടോസയിലേക്ക് നമുക്ക് കാണാപ്പാടും അറിയാവുന്ന പാട്ടാ നമ്മുടെ പഴയ പാട്ട് ശക്തി തരുന്ന പാട്ടാ ജീവൻ തരുന്ന പാട്ടാ യേശുവിന്റെ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ് നമ്മൾ എല്ലാവരും അവനെ മോഹം കണ്ടു എന്നു ഞാൻ ഘോഷിക്കും രക്തത്തെ ഇതുപോലെ ഇതിനകത്ത് കൂടി എത്ര പേർ ഇന്ന് ഈ ലോകത്തിലുണ്ടായാലും നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം തന്ന ഈ മഹിമ, ദൈവം തന്ന ഈ അവസരം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാനുള്ള അവസരമാകുന്നുള്ളൂ. കഴിഞ്ഞ 129 വർഷക്കാലം ഈ കൺവെൻഷൻ നടത്തിയ ദൈവം നമ്മെ മുന്നോട്ട് നടത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ആകുന്നല്ലോ നാം ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. 130ാമത്തെ മാരാമൺ കൺവെൻഷൻ നാളെ ആരംഭിക്കുകയാകുന്നുള്ളൂ. ഇന്നത്തെ ഈ നമ്മുടെ കൂടിവരവ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആയിട്ട് ഈ പന്തലിൽ എത്രയോ പേർ പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു, ഹല്ലേലൂയ പറയുന്നു. അങ്ങനെ നമുക്കും ഇന്ന് ഈ കോഴഞ്ചേരി സെൻറ്ററിൻ്റെ വകയായിട്ട് ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ സ്തുതിപ്പാനും തന്നിരിക്കുന്ന വലിയൊരു അവസരത്തിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രവും നന്ദിയും കരയറ്റാം. ഇന്നത്തെ നമ്മുടെ ഈ 130ാമത്തെ ഈ കൂടിവരവിൽ മാരാമൺ കൺവെൻഷന് മുമ്പുള്ളതായിട്ടുള്ള തലേ ദിവസത്തേതായിട്ടുള്ള നമ്മുടെ ഈ കൂടിവരവ് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിപ്പാനായിട്ടുള്ള അവസരമാകുന്നു. എല്ലാവരും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള അവസരമാകുന്നു. ഇതിൻ്റെ ദിവ്യമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് അനേകരുടെ പ്രാർത്ഥന മൂലം അനേകരുടെ കണ്ണുനീർ ഈ പന്തലിൻ്റെ ഇവിടെ പരിസരത്തെല്ലാം വീണിട്ടുണ്ട്. എത്രയോ പേർ എത്രയെത്ര കഥകൾ പറയുവാനുണ്ട്. അങ്ങനെ സെൻട്രൽ സെക്രട്ടറി ശ്രീ തോമസ് ജോൺ, ഇടവമിഷൻ്റെ ഇടവ സെക്രട്ടറി ശ്രീ ചെറിയാൻ ജോസഫ്, കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആദരണീയ പ്രസിഡന്റ് ശ്രീ റോയ് ഫിലിപ്പ്, ഇടവക മിഷൻ ചുമതലക്കാർ, സൺഡേ സ്കൂളിൻ്റെ ചുമതലക്കാർ, സേവികാ സംഘത്തിൻ്റെ അംഗങ്ങൾ, യുവജന സംഘത്തിൻ്റെ അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജിജി, സുവിശേഷകർ, വന്നിറങ്ങിയ പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് നമുക്കൊരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാരാമൺ കൺവെൻഷൻ 19ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 20ാം നൂറ്റാണ്ടിലൂടെ കടന്ന് 21ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ 25 വർഷങ്ങൾ അനുഗ്രഹമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് ദൈവം നമുക്ക് സംഗതിയാക്കി തീർത്തു. അതിനുവേണ്ടി ഒരുക്ക പ്രാർത്ഥനകൾ ഈ ജാനുവരി മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 12ാം തീയതി മുതൽ നമ്മുടെ ആഗോളമായിട്ട് എല്ലാ പള്ളികളിലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുക്ക പ്രാർത്ഥനകൾ ക്രമീകരണം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വീടുകളിൽ വൈകിട്ട് 8:30 മുതൽ 9 മണി വരെയുള്ള സമയത്ത് വീടുകളിൽ വെച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് സഭ ആഹ്വാനം ചെയ്തു. അതുപോലെ തന്നെ ഈ ജനുവരി മാസം 31ാം തീയതി മുതൽ ഇവിടെ വെച്ച് ഒരുക്ക പ്രാർത്ഥന നടക്കുന്നു. പ്രത്യേകിച്ച് ഒരുക്ക പ്രാർത്ഥനയുടെ സമാപനമാണ് കോഴഞ്ചേരി സെൻ്ററായിട്ടുള്ള നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പള്ളികളിൽ വെച്ച് വീടുകളിൽ വെച്ച് മറ്റ് സെൻ്ററുകാരുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആ ഒരുക്ക പ്രാർത്ഥനയുടെ സമാപന പ്രാർത്ഥനയാണ് ഇന്ന് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. ഈ കുടിയൊരുക്കിയ യോഗത്തിൽ എല്ലാവരെയും സ്വാഗതം നൽകിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച്
ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ആളാമ്പ്രതി സുവിശേഷ വേല മാരാമണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. ആളാമ്പ്രതി സുവിശേഷ വേല, ക്രമപരിപാലനം, കുട്ടികളുടെ യോഗം, കുടുംബവേദി യോഗം, മദ്യവർജന പ്രവർത്തനം, ഗായക സംഘം, ഇവിടെ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, പന്തല് ഷെഡ് നിർമ്മിക്കുന്നവർ, പാലം ബണ്ടുകൾ നിർമ്മിക്കുന്നവർ, ശബ്ദവും വെളിച്ചവും ക്രമീകരിക്കുന്നവർ, മാധ്യമപ്രവർത്തകർ, നമ്മുടെ കൺവെൻഷൻ്റെ സന്ദേശം പ്രസിദ്ധീകരിക്കുന്നതായിട്ടുള്ള മാധ്യമങ്ങൾ, ഗവൺമെൻറ് സംവിധാനങ്ങൾ, പോലീസ്, ഫയർഫോഴ്സ്, സംഘം ഭാരവാഹികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സുവിശേഷകർ, ഓഫീസ് പ്രവർത്തകർ, വൈദികർ, മേൽപ്പട്ടക്കാർ, വിശ്വാസ സമൂഹം, ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളെ ഓർത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഇന്നിവിടെ ചേർന്ന് വന്നിരിക്കുകയാണ്. ഈ മീറ്റിങ്ങിൽ വലിയവനായ ദൈവം നമ്മോട് കൂടെ നമ്മുടെ മധ്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സമൂഹത്തിനും ദേശത്തിനും എല്ലാം അനുഗ്രഹകരമായി തീരുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടിരിക്കാം. ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നടത്തി സഹായിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യൂസ് ടി ജോണച്ചനാണ്. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഇടവകയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ബാബു കൈതവനെയാണ്. ഈ പ്രിയപ്പെട്ട അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റോയ് ഫിലിപ്പ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള സന്തോഷം. സാധാരണ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ സമയം കിട്ടാതെ പോകുന്ന ആത്മീയ പ്രവർത്തനങ്ങൾക്കാണ്. എന്നാൽ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് വലിയ ദൈവകൃപയുള്ള അതല്ലേ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. ശ്രീ മോട്ടി അദ്ദേഹം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ആരംഭം മുതൽ ഇതിലുള്ള ഒരു വലിയ ഉത്സാഹത്തിലൊക്കെ ആയിരിക്കുന്ന ആളാണ്. നമുക്കൊക്കെ തന്നെ ദീർഘമായ നാളുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വികാരമാണ് മാരാമൺ കൺവെൻഷൻ. അതിലൂടെയുള്ള ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ ഒരുങ്ങുന്ന സമയമാണല്ലോ. ഈ കൂടിയവർ നമുക്ക് ഏവർക്കും അർത്ഥപൂർണ്ണമായി തരട്ടെ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ സാന്നിധ്യം പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നു. നിങ്ങളെ ഈ സഭയുടെ വലിയ വാഗ്ദാനമാണ്. ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിലാണ്ട് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിപ്പാനിടയായി തീർന്നില്ല. ഒരു പ്രാവശ്യം കൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കർത്താവിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഈ നല്ല ഉച്ച കഴിഞ്ഞ സമയത്ത് ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഒരു രണ്ടാം ശനിയാഴ്ചയുടെ പ്രതീതി നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നാൽ എനിക്ക് ഇന്നൊരു ഞായറാഴ്ചയുടെ പ്രതീതിയാണ് ഉള്ളത്. രാവിലെ ഒരു കുർബാന ചൊല്ലിയേച്ച് നിൽക്കുക. അതുകൊണ്ട് രാവിലെ തൊട്ട് ഇങ്ങനെ ഞായറാഴ്ചയാണെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്നാൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മുടെ കോഴഞ്ചേരി സെന്ററിലെ എല്ലാ പ്രതിനിധികളും, ഞാൻ ഒരു പള്ളിയും പ്രാർത്ഥന കൂട്ടവും പറയുന്നില്ല, എല്ലാവരും ചേർന്ന് ധ്യാനിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് ഒരു അല്പസമയം തിരുവനന്തപുരത്ത് സംസാരിക്കുകയും വേണം, എന്നാൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായിട്ട് വേണം എന്ന് പ്രിയപ്പെട്ട ജോൺ ജോസഫിനോട് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളെ ദീർഘമായി മുഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയം ചില വാചകങ്ങൾ ഒന്നോടിച്ച് പറഞ്ഞ് ഞാൻ ബാക്കി സമയം തരുന്നതായിരിക്കും. എന്നാൽ അതിനാധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പുറപ്പാട് പുസ്തകം 30-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാമത്തെ 35-ാമത്തെ വാക്യം വായിച്ചാൽ, സ്വർഗ്ഗപിതാവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ ഈ വചന കൂടാരവുമായി ബന്ധപ്പെട്ട് കർത്താവെ ഞങ്ങളുടെ വിവിധങ്ങളായ ഷെഡുകളൊക്കെ ആണെങ്കിലും കർത്താവെ ഞങ്ങൾ ഇതിൻ്റെ ചേർന്ന് ഇരിക്കുന്ന ഈ ദിവസങ്ങൾ, ഈ മാസത്തിൻ്റെ അനേക ദിവസങ്ങൾ കർത്താവെ വന്ന് കഷ്ടപ്പെട്ട് ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയതിനാൽ സ്തോത്രം. സംവിധാനങ്ങളെയൊക്കെ നീ ഒരുക്കിത്ത കർത്താവെ, എന്നാൽ കർത്താവ് കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനായിട്ടും ഇതിന്റെ നന്മയ്ക്ക് വേണ്ടിയ കർത്താവെ ദൈവത്തോട് ആലോചന ചോദിച്ച് ജീവിപ്പാനൊക്കെ ഇടയാക്കണമേ. ഇവിടുന്ന് കർത്താവെ വചനവുമായിട്ട് വരുന്നവരെയൊക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മക്കൾ വരുന്ന സൗകര്യങ്ങൾക്കായി സ്തോത്രം. കർത്താവ് നല്ല കുളിർമയേറിയ വചനങ്ങൾ കേട്ട് ഒരു രൂപാന്തരത്തിന്റെ ഒരു സമയമായി തീരുവാൻ ഇടയാക്കണം. വ്യക്തികൾക്ക് മാത്രമല്ല, കുടുംബങ്ങൾക്ക്, ഇവിടെ വന്നുചേരുന്ന ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കർത്താവ് ആരുമായിക്കൊള്ളട്ടെ, അവർക്ക് എല്ലാവർക്കും ജീവിതത്തിൽ രൂപാന്തരത്തിന്റെ സന്ദേശം കൊടുക്കുന്ന നല്ല ഒരു വചന ഘോഷണമായി തീരുവാൻ അതിനോട് ചേർന്നുള്ള മറ്റു കാര്യങ്ങളെല്ലാം നീ ശുദ്ധീകരിച്ച് കർത്താവെ ഭക്ഷണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നീ ശുദ്ധീകരിച്ച് എല്ലാവരെയും കർത്താവ് നിന്റെ കരങ്ങളിൽ വയ്ക്കുന്നു. അനുഗ്രഹിക്കണമേ. ഇന്ന് കോഴഞ്ചേരി സെന്ററായിട്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമാണ്. എന്നാൽ കർത്താവ് ഞങ്ങൾ അല്പസമയം, കർത്താവ് ചുരുക്കം നിമിഷങ്ങൾ കർത്താവ് നിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് ഗ്രഹിക്കുന്നു. അതിനുള്ള കൃപയോട് തരണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. വിശ്വാസത്തോടുകൂടെ വന്നിരിക്കുന്ന ദൈവജനമേ, നമുക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവിടെ നേരത്തെ ഗാനങ്ങൾ ആലപിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ വർഷവും ദൈവസേനയിൽ ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സന്ദർഭം കൂടെ നമുക്ക് ഒരുമിക്കുക. ഈ ആരാധനയുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞ 129 വർഷങ്ങളായിട്ട് നമുക്ക്
ദൈവം നടത്തിപ്പിക്കുന്ന കൺവെൻഷനിലൂടെ ഉണ്ടായിരുന്നു. അഭംഗൂരം ഈ കൺവെൻഷൻ നടക്കാൻ, ഈ കൺവെൻഷനിലൂടെ നമുക്ക് ലഭിച്ച ദൂതുകൾ അനേകർക്ക് വിടുതലാകുവാൻ, സുവിശേഷ ഘോഷണത്തിന് ഉത്തേജനം നൽകുവാനൊക്കെ മുഖാന്തരമായി തീർന്നു. ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് 118-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പതിവ് വാക്യമായി വായിച്ച് നമുക്ക് ആരാധനയ്ക്ക് ആരംഭം. ഇതൊരു ആരാധന. ഇത് ആരാധന വിടുതലിനായുള്ളത്. ആരാധന കെട്ടുകൾ പൊട്ടുവാൻ, തടസ്സങ്ങൾ നീങ്ങുവാൻ, പൈശാചിക ബന്ധനങ്ങൾ അഴിയുവാൻ, ആത്മാവിൽ നിറയുവാനുള്ളൊരു ആരാധന. ആ ഒരു സത്യം ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവസനിലേക്ക് അടുത്തു വരാം. 118-ാം സങ്കീർത്തനം വാക്യം പ്രതി വാക്യമായിട്ട് നമുക്ക് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗ്രഹം പറയട്ടെ. നേതൃത്വത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരം അരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ഇങ്ങനെ പ്രാർത്ഥന കൂട്ടമായിട്ട് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ഇടയാകുന്നു. പ്രത്യേകിച്ച് കോഴഞ്ചേരി സെൻറ്റർ, കോഴഞ്ചേരി ഇമ്മാനുവൽ ഇടവ്, കോഴഞ്ചേരി സെൻറ് തോമസും പിന്നെ ചെറുകോൽ നിങ്ങൾ ഇതിനകത്ത് നേതൃത്വം നൽകുന്നു. പ്രത്യേകിച്ച് ഉള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇങ്ങനെ വിവിധ ഇടവകകൾ, കൂട്ടങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു ക്രമീകരണമാണല്ലോ നമുക്കുണ്ടായിരുന്നത്. മാരാമൺ കൺവെൻഷൻ അതിൻ്റെ വിജയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹകരമായി തീരുന്നു. പ്രത്യേകിച്ച് കൺവെൻഷൻ ആരംഭിക്കുന്നതായ ക്രമീകരണം ചെയ്യുമ്പോൾ മുതൽ ഈ ഒരുക്ക പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം നമ്മൾ നൽകി. ഒരുപക്ഷെ ലോകം എമ്പാടുമുള്ളതായ വിശ്വാസികൾ ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കുചേരുന്നുണ്ട്. എന്നാൽ ഈ ഒരു മണപ്പുറത്ത് ഒരുമിച്ച് ചേർന്ന് വന്ന് ഇവിടെ ഓർപ്പിച്ചതുപോലെ പന്തലും പരിസരവും വിശുദ്ധമാണ് എന്നുള്ളതായ ബോധത്തോടുകൂടെ ഇതിനെ ദൈവ സാന്നിധ്യം കൂടുതലായിട്ട് ഇവിടെ അനുഭവിക്കുന്നതായ, ദൈവ ദൂതന്മാരുടെ കാവല് ഇവിടെ അനുഭവിക്കുന്നതായ, ഇവിടെ പ്രത്യേകിച്ച് വരുന്നവരാരും യാതൊരു പ്രയാസവും കൂടാതെ ദൈവവചനം കേട്ട് ധന്യരായി മടങ്ങിപ്പോകുന്നതായ ഒരവസരം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണല്ലോ നമ്മൾ നിർവഹിക്കുന്നത്. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനമുള്ള റൈറ്റ് റവറൻഡ് ഡോക്ടർ ഐസക് കുമാർ ഇലക്ഷനോസ് തിരുമേനി, എസ്കോപ്പ തിരുമേനി, സെക്രട്ടറി റവറൻഡ് ബി കെ ജോഷു അച്ഛൻ, ബഹുമാനമുള്ള ഡോക്ടർ ഡി ഫിലിപ്പച്ചൻ, ബഹുമാനമുള്ള റവറൻഡ് ജോർജ് മാത്യു അച്ഛൻ, നമ്മുടെ പ്രസാദ് വാരിക്കാട്, കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഏവർക്കും വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷ നമുക്ക് ഇവിടെ നടത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമുക്ക് ഒരുക്കി തന്ന സാവകാശത്തിനായിട്ട് ദൈവത്തിന് ഞാൻ 1000 സ്തോത്രം ചെയ്യുന്നു. ആത്മായ നേതാക്കന്മാർ, ഞങ്ങളുടെ ജനങ്ങൾ എല്ലാവരെയും ഓർത്ത് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷൻ 129 വർഷം കഴിഞ്ഞ് 130ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ അവിടുന്ന് അനുവദിച്ചല്ലോ. സ്തോത്രം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുകൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ടും ഇവിടെ വരാനായിട്ടും ഒക്കെ ഒരുങ്ങുന്നു. ദൈവമേ, ആപത്തും അനർത്ഥവും കൂടാതെ എല്ലാവരോട് വന്ന് അനുഗ്രഹം പ്രാപിച്ച് ഇന്നത്തേതിനേക്കാൾ കുറേ കൂടെ ആത്മീയമായി ഉണർവുള്ളവരായി, ഉത്തേജനമുള്ളവരായി ദൈവനാമഹത്വത്തിന് വേണ്ടി
എന്ന് വന്നു നമ്മുടെ ഭക്ഷണശാല എവിടെ പോന്നോ? നമ്മുടെ കൺവെൻഷൻ നാളെ തുടങ്ങുകയാണ്. അതിൽ അങ്ങോട്ട് വരേ. നമ്മുടെ 130ാമത് മാരാമൻ കൺവെൻഷൻ നാളെ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ സമയത്ത് ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുകയാണ്.